ഇന്ന് ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ലേശം കഞ്ഞിവെള്ളം, ലേശം പേസ്റ്റ് ഇത് പേസ്റ്റ് ഇത് കുറച്ച് പേസ്റ്റ് എടുക്കുക. ഇതിലാക്കട്ടെ. പേസ്റ്റ് പിന്നെ ഇത് പേസ്റ്റ് പിന്നെ ഇത് വിനാഗിരിയാണേ. ഇത് കുറച്ച് ഒഴിക്കട്ടെ. വിനാഗിരി ഒരു പാടൊന്നും വേണ്ട. ഒരു 2 ലിറ്റർ വെള്ളത്തിന് ഒരു 50 ഇത്രേ വേണ്ടു. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഇല്ലേ, ഇത് കഞ്ഞിവെള്ളം എന്താ കഞ്ഞിവെള്ളം. ഇത് പച്ചവെള്ളമാണേ. ഇത് പച്ചവെള്ളം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല പേസ്റ്റ് നല്ല ഇത് കൂട്ടത്തിലാണ്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഇത് നല്ലോണം ഇളക്കിയിട്ട് ഇത് ഒന്ന് അടിച്ചു കൊടുക്കാനാണ്. പുരുടിപ്പ് മറ്റേ എല്ലാം ഉഷാറാവാൻ വേണ്ടി ഇലക്കെല്ലാം ഉള്ള പുരുടിപ്പെല്ലാം വരുന്നതിന്, ഇതെല്ലാം ചപ്പെല്ലാം ലേശം ചുരുളൊക്കെ വരുന്നതിനെല്ലാം കൂടി അടിച്ചു കൊടുക്കാനാണ് ഇത്. നല്ലോണം ഇളക്കണം. അതായില്ല. ഇതിങ്ങനെ ഇതിപ്പോൾ എന്തെല്ലാന്ന് വെച്ചാൽ വിനാഗിരി, പേസ്റ്റ്, പിന്നെ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം, കുറച്ച് പച്ചവെള്ളം, ഇതെല്ലാം കൂടി ഒരു 2 ലിറ്റർ വെള്ളത്തിനെ കലക്കിയിട്ടുണ്ട്. ഒരു 50 താഴായിട്ട് പിന്നെ വിനാഗിരി എടുത്തു. ഒരു ലേശം പേസ്റ്റും ഒരു ഇത്ര നീളത്തിൽ പേസ്റ്റും എടുത്ത് ഇങ്ങനെ കലക്കിയിട്ട് അരിയാൻ പ്രയാസമാണ്. പേസ്റ്റ് അരിയാൻ ഭയങ്കര പ്രയാസമാണ്. ഇത് കൂടി കലക്കിയിട്ട് ഇതിപ്പം നല്ലോണം എഴുതി കലക്കട്ടെ. അതിൻ്റെ ആ പേസ്റ്റ് നല്ലോണം അരിയണം. ആ പേസ്റ്റ് അരിയാഞ്ഞാൽ ആവില്ല. അതിനിപ്പം ഇതിനകത്താക്കിയിട്ട് അടിച്ചു കൊടുക്കാനാണ് പരിപാടി. ഈ കത്തിരിക്കും പിന്നെ അടിച്ചു കൊടുക്കാൻ ചിലക താലോലിക്കും. ഇത് ഒഴിക്കട്ടെ. ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല ഒരു കീടനാശിനിയാണ്. പ്രാണികളും മറ്റേ കുരുടിപ്പ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇത്. ചപ്പുണക്കം ഇതിനെല്ലാം നല്ല ഇതാണ്. കുരുടിപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ചപ്പുണക്കം പോവും. അങ്ങനെയുള്ള എല്ലാം കൂടിയായിട്ടുള്ളത്. ഇതിപ്പോൾ എന്തെല്ലാം എടുത്തു വെച്ചാൽ വിനാഗിരി എടുത്തു. കുറച്ച് ഒരു 2 ലിറ്റർ വെള്ളത്തിനാണ് ഇപ്പോൾ കലക്കിയിട്ടുള്ളത്. പിന്നെ ഒരു 50 വിനാഗിരി എടുത്തു.
കുറച്ച് പേസ്റ്റ് എടുത്തു. പിന്നെ ഒരു 1 ലിറ്റർ കഞ്ഞിവെള്ളവും 1 ലിറ്റർ പച്ചവെള്ളവും എടുത്തു. ഇപ്പോൾ 2 ലിറ്റർ വെള്ളത്തിനായി പാക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ 1/4 kg ഇതിപ്പോൾ ഇതിന് അടിച്ചു കൊടുക്കാനാണ്. ഈ കക്കിരിക്ക് പൂക്കുന്നുണ്ട്, ഇതിൻ്റെ മേലെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ചപ്പല ഉണക്കത്തിനും ഇതെല്ലാം ഈ ചപ്പ് ചുരുളിച്ചെല്ലാം വരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ അടിക്കുന്നത്. ഉരുടിപ്പ് ഇതെല്ലാം വരുന്നിനി ഇനി അടിച്ചു കൊടുക്കാൻ. ഇതെല്ലാം കൂടി അടിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല ഒരു മരുന്നാണ്, ദൈവ മരുന്നാണ്. ഇതിലേക്ക് അടിച്ചു കൊടുത്താൽ നല്ല ചാറായി പോകും. ഇപ്പം എല്ലാറ്റിനും കൂടി ഇതന്നെ അടിക്കില്ല. ഞാൻ എല്ലാം അടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. എല്ലാവരും കൂടി അടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം എടുത്തിട്ട് കഞ്ഞിവെള്ളം എല്ലാറ്റിനും നല്ലതാണ്. എല്ലാവരും കഞ്ഞീൻ്റെ വെള്ളം അസലാണ്. കഞ്ഞിവെള്ളം നമ്മളെല്ലാത്തിനും അടിക്കുകയും ചെയ്യുക, എല്ലാത്തിനും കൊടുക്കുകയും ചെയ്യുക. എല്ലാത്തിനും അടിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാണിക്കാൻ മാത്രം നല്ല വെച്ച് അടിക്കുക. ഇത് കയ്പ്പിയാണ്, കയ്പ്പൊക്കെ കുറച്ച് അടിച്ചു കൊടുക്കട്ടെ. ഇത് വേജിനെല്ലാം ഓട്ട വീണ് എന്തോ പ്രാണി പോകുന്നേ ഇല്ല. കാട് ഉള്ളത് കൊണ്ടാണ്. ആ കാടുള്ളത് കൊണ്ട് പ്രാണി കൂടുതലാണ്. കാട് പഠിക്കാനാകുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, നടുവിന് സുഖമില്ല. അതുകൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കട്ടെ. ഇത് നല്ലൊരു ജൈവ മരുന്നാണ്. ഞാനിന്നിപ്പം ഇതാണ് ഇപ്പോൾ ഇവിടെ അടിക്കാനാക്കിയത്. അത് പിന്നെ ഇതാണ് നമ്മളെ ഇന്നത്തെ ജൈവ മരുന്നായത്. ഒരു മരുന്ന് അടിച്ചു കൊടുക്കാൻ ഇതിപ്പം ഈ ചപ്പ് ചുരുളി കാണുന്നില്ലേ, ഇതേപോലെ ഈ ചുരുളിച്ച ഇതെല്ലാം വരുന്നത് നമുക്കത് നല്ല ശരിക്ക് നല്ല ചപ്പ് വീതിയോടെ അകലത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് അടിച്ചു കൊടുക്കുന്നത്. നല്ലൊരു ജൈവ മരുന്നായത്. കഞ്ഞിവെള്ളം തന്നെ കാര്യമായിട്ട് വിടുന്നത്. കഞ്ഞീൻ്റെ വെള്ളം തന്നെയാണ് എല്ലാറ്റിനും നല്ലതാണ്. ഈ വിനാഗിരി നല്ലതാണ്. പിന്നെ പേസ്റ്റും എന്തെന്ന് വെച്ചാൽ അത് ഒരു നല്ലൊരു ഇതായിട്ട് വരും. ഇനിയിപ്പോൾ ഇതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോയത്. ഇത് താലോലിയാണ്. എല്ലാം പറന്ന് പന്തലിച്ചായി പൂക്കാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ വേഗം വിളവെടുക്കാനാവും. കുറച്ചുകൂടി ഒരു 2 ആഴ്ച കൊണ്ട് വിളവെടുക്കാനാവും. അത്രയല്ലേ ആയില്ല. ഒരു 40-45 ദിവസം ആകുമ്പോഴേക്കാണ് ഇതെല്ലാം നട്ടു കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാനാവുക. നല്ലപോലെ പരിചരണം ഉണ്ടെങ്കിൽ മാത്രമേ 40-45 ദിവസം ആവുള്ളൂ. ഇല്ലെങ്കിൽ അതിലും കൂടുതൽ ദിവസം വരും. അതുകൊണ്ട് ഇതിപ്പോൾ നല്ല പരിചരണത്തിന് എനിക്ക് സമയം ആകുന്നില്ല. ആകും പോലെ എനിക്ക് പറ്റും പോലെയല്ലേ ഞാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പം ഇതാണ് ഇന്നത്തെ ജൈവം വരുന്നത്. ഇത് തീരെ കഴിയുന്നില്ല. പിന്നെ എന്തൊക്കെ ഒരു വീഡിയോ ഇടാലോ വെച്ചിട്ട് മാത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നല്ല ഒരു മരുന്നാണ്. നിങ്ങളെല്ലാവരും പ്രയോഗിച്ച് നോക്കണം. അത് പ്രയോഗിച്ച് നോക്കിയിട്ട് പിന്നെ നിങ്ങളത് നോക്കണം, അടിച്ച് നോക്കണം. അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു റിസൾട്ട് കിട്ടും. അവിടെ നിങ്ങളത് ചെയ്ത് നോക്കുക. നമ്മളെല്ലാം അടുക്കളയിൽ നിന്നുള്ള ആത്തുള്ള സാധനം മാത്രമേ, നമ്മൾ പുറത്തുനിന്ന് പോയി പൈസ കൊടുത്ത് മേടിച്ചിട്ട് കൊണ്ടുവന്നൊന്നും വേണ്ട. നമുക്കിപ്പം വീട്ടിലിപ്പം വിനാഗിരി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും, പേസ്റ്റ് നമ്മളെ വീട്ടിലുണ്ട്, കഞ്ഞിവെള്ളം ദിവസവും വീട്ടിലുണ്ട്. ആ കഞ്ഞിവെള്ളവും കുറച്ച് പച്ചവെള്ളവും
കൂട്ടി ഡയലൂട്ട് ചെയ്തിട്ട് വേണം എടുക്കേണ്ടി. വെറും കഞ്ഞീൻ്റെ വെള്ളം നേരിട്ട് അടിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് പച്ചവെള്ളം കുറച്ച് നേർപ്പിക്കാതെ കഞ്ഞീൻ്റെ വെള്ളം അടിച്ചു കൊടുക്കരുത്. ശക്തിയാകുമ്പോൾ പിന്നെ അത് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പോയിന്ന് വരും, കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഈ നേർപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത്രേ കഴിയുള്ളൂ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും കാണണം. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.